ഇന്നത്തെ ഗോസ്പൽ വായിച്ചപ്പോൾ സുവിശേഷത്തിലെ പത്രോസ് ഞാനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അതിന് കാരണം യേശു എന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാ ജനങ്ങൾ പറയുന്നത്? വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ചിലർ പറയുന്നു സ്നാപയോഹനാനാണ്, ചിലർ പറഞ്ഞു ഏലിയാണ്, ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുവനാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. യേശു പിന്നീട് ചോദിച്ചു, ഞാനാരെന്നാ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഉടനെ പത്രോസ് എടുത്തു ചാടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. വളരെ നല്ല ഉത്തരമാണ്. ഉടനെ എല്ലാവരും കൈയടിച്ചിട്ടുണ്ടാകണം. യേശു കെട്ടിപ്പിടിച്ചു. വളരെ ഓപ്ഷനില്ലാതെ ഉത്തരം പറഞ്ഞത് പത്രോസാണ്. ഒരു നിമിഷം കൊണ്ട് ഒരു ദൈവിക വെളിപാട് പറയുന്ന മനുഷ്യനായിട്ട് പത്രോസ് മാറി. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. കൂടെ നടന്നിട്ട് വളരെ കൃത്യമായിട്ട് അയാൾക്ക് ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് അയാളെത്തി. എന്നിട്ട് യേശു തൊട്ടടുത്ത വചനം പറയുന്നു, മനുഷ്യപുത്രൻ ജനപ്രമാണികൾക്കും പുരോഹിതന്മാർക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, അവരവരെ കൊല്ലും. ഇത് കേട്ടപ്പോൾ പത്രോസ് പെട്ടെന്ന് വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് പത്രോസ് ഈ ശിഷ്യന്മാരൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ മാറ്റി നിർത്തി. കാരണം കുറച്ചും കൂടെ വലിയ കാര്യങ്ങൾ പറയാൻ പോവാണ്. ഈ കൊച്ചു പിള്ളേരത് കേൾക്കാനൊന്നും പാടില്ല, അവർക്കത് മനസ്സിലാകില്ല. കാരണം ഞാനാണല്ലോ ദൈവിക വെളിപാടൊക്കെ പറഞ്ഞത്. ഈ ചിന്തയോടുകൂടി പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് രഹസ്യമായിട്ട് പറയാണ്, കർത്താവേ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് പത്രോസിൻ്റെ മനോഭാവം ഇങ്ങനെ ഊഹിക്കാൻ തോന്നിയത്, ഈ ചില സമയത്ത് നായകന്മാർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ കൂടെ നിൽക്കുന്നവർ പറയുമല്ലോ, എന്നെ കൊന്നിട്ടേ നിന്നെ ദേഹത്താവ് കൈവയ്ക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. നിനക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ കർത്താവ് പറഞ്ഞ നേരെ തിരിച്ചാണ്, സാത്താനെ നീ എൻ്റെ മുമ്പിൽ ദൂരെ പൊയ്ക്കോ. എത്ര പെട്ടെന്നാണല്ലേ ദൈവിക വെളിപാട് പറഞ്ഞൊരു മനുഷ്യൻ സാത്താന് സമാനമായി മാറിയത്. വലിയ കാര്യങ്ങൾ പറഞ്ഞ മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്ന മനുഷ്യനായി മാറിയത്. ഒരു വചനം മാറിയപ്പോൾ ഒരാളെക്കുറിച്ചുള്ള പിക്ചർ തന്നെ അങ്ങ് മാറി എന്നുള്ളതാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് പത്രോസിനെ പോലെയല്ലേ ചിലപ്പോൾ ഞാനുമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാനും പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. ദൈവിക വെളിപാടിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെ വലിയ കാര്യങ്ങളാണ്. പക്ഷേ പ്രാക്ടിക്കലി വരുമ്പോൾ ആ വിശ്വാസം എനിക്കുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ അങ്ങനെയല്ലേ? ഒത്തിരി പ്രാർത്ഥിക്കുന്നില്ലേ? ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ലേ? നമ്മുടെ മുമ്പിലൊക്കെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും വിശ്വാസപരമായ കാര്യങ്ങൾ ചോദിച്ചാലോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാലോ നമ്മൾ എന്തുമാത്രം മനോഹരമായിട്ടാണ് ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നത്. അത് സഹനത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ അത് പ്രാക്ടിക്കലി വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് പറയും, മാനുഷികമായിട്ട് ചിന്തിക്കും. എന്നിട്ട് പറയും, ഇതൊക്കെ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഒരു നിമിഷം കൊണ്ട് ദൈവിക വെളിപാട് പറഞ്ഞ മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായി മാറി, പിശാചിന് സമാനമായിട്ട് മാറി. പ്രിയമുള്ളവരെ, ഇങ്ങനൊരു സാധ്യത നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളൊക്കെ ചിലപ്പോൾ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നവരായിട്ട് മാറും. അത് പ്രാക്ടിക്കലി വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം എന്തുമാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഈ വായിക്കുന്ന വിശ്വാസം, ഉള്ളിലുള്ള വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ എന്തുമാത്രം പരാതികൾ കൂടാതെ, സങ്കടങ്ങൾ കൂടാതെ, ഒഴിച്ചുകൂടാതെ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കാനാണ് ഇന്ന് ഗോസ്പൽ നമ്മളെ ക്ഷണിക്കുന്നത്. പത്രോസിന് കാര്യങ്ങളൊക്കെ അറിയാം, വിശ്വാസത്തിൻ്റെ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോൾ സഹനവും വേദനയും കണ്ണീരും ഒക്കെ അയാൾ വേണ്ട എന്നാണ് ആദ്യം പറഞ്ഞത്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. സ്നേഹമെന്ന് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ പോലും സ്നേഹമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പത്രോസ് സ്നേഹമെന്ന് പറഞ്ഞ കാര്യമായിരിക്കാം, പക്ഷെ അതല്ല സ്നേഹം. എല്ലാ ത്യാഗവും ഏറ്റെടുക്കുകയും കൊല്ലാൻ പോലും തയ്യാറായാലും അതും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്നേഹം. പത്രോസ് സ്നേഹിച്ചതല്ല, സ്നേഹം നടിച്ചതാണ്. പ്രിയമുള്ളവരെ, ഒരു വചനം തീരുമ്പോൾ ഒരാൾ എത്ര മോശപ്പെട്ട മനുഷ്യനായി മാറി. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ മനുഷ്യരെന്നും ശ്രേഷ്ഠരായവരെന്നൊക്കെ വാക്കുകൾ കൊണ്ട് നമ്മളൊക്കെ മനുഷ്യരുടെ മുമ്പിൽ ഒത്തിരിയേറെ ശ്രേഷ്ഠരായി തോന്നിപ്പിക്കുന്നുണ്ട്. ഒരു നിമിഷം മതി, ഒരു വാക്ക് മതി, ഒരു പ്രവൃത്തി മതി ഏറ്റവും മോശപ്പെട്ട മനുഷ്യരായിട്ട് നമ്മളൊക്കെ മാറാൻ. പ്രാക്ടിക്കലി ജീവിതത്തിലൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ തകർന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളും ഈ ദൈവീക വെളിപാട് പറഞ്ഞവരൊക്കെ സാത്താനുമായിട്ട് ചിലപ്പോൾ നമ്മളെ ഉപമിച്ചേക്കും. കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകണം. പറയുന്ന കാര്യങ്ങൾ ജീവിക്കുന്നവരായിട്ട്, ജീവിക്കുന്ന കാര്യങ്ങൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാനുള്ളൊരു ക്ഷണമാണ് ഇന്നത്തെ ഗോസ്പൽ. പത്രോസിനെ പോലെ ഞാനും ആകുന്നുണ്ടോ? ഓരോരുത്തരും അവരവരോട് തന്നെ ചോദിക്കുക. ആ പത്രോസായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ പത്രോസിൽ നിന്ന് കുറച്ചും കൂടി മുമ്പിലിരിക്കുന്ന ക്രിസ്തുവായിട്ട് മാറാനുള്ള ക്ഷണമാണ് നമുക്ക്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.